നമസ്കാരം പ്രിയമുള്ളവരെ, ഇറാനിൽ ആരും ആരുടെയും അനുവാദത്തിനു വേണ്ടി കാത്തുനിൽക്കുന്നില്ല എന്ന ആയത്തുള്ള അലി ഖംനയി ഇറാന്റെ ആത്മീയ നേതാവിന്റെ പ്രസ്താവന പുറത്തുവരുന്ന നിമിഷമാണിത്. അതായത് പശ്ചിമേഷ്യയിലെ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നു എന്നു തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന വ്യക്തമാക്കുന്നത്. ഇറാൻ അമേരിക്കയുടെ ഭീഷണിക്കും ഔദാര്യത്തിനും ഒന്നും കാത്തുനിൽക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇറാനിൽ ആരും ആരുടെയും അനുവാദത്തിനായി കാത്തുനിൽക്കുന്നില്ല. അതായത് ആണവായുധം ഉണ്ടാക്കുന്നതിനോ അല്ലെങ്കിൽ യുറേനിയം സമ്പുഷ്ടീകരണത്തിനോ വേണ്ടി ഇറാൻ അമേരിക്കയുടെ അനുവാദം കാത്തുനിൽക്കുന്നില്ല എന്നു തന്നെയാണ് അദ്ദേഹം വരികൾക്കിടയിലൂടെ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നത്. ഇതാണ് കൂടുതൽ പശ്ചിമേഷ്യയിലെ സാഹചര്യങ്ങളെ കൂടുതൽ സങ്കീർണമായി കാണുന്നതിന് അന്താരാഷ്ട്ര മാധ്യമങ്ങളെ പ്രേരിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും അമേരിക്കയുടെ നിർദ്ദേശം ഉണ്ടാകുന്നത് ഇറാൻ പൂർണ്ണമായും യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നത് നിർത്തിവെച്ചാൽ മാത്രമേ ഇറാനുമായിട്ടൊരു കരാറിൽ ഏർപ്പെടുന്നതിനെക്കുറിച്ച് അമേരിക്ക ചിന്തിക്കൂ എന്ന് പശ്ചിമേഷ്യയിലെ അമേരിക്കൻ പ്രസിഡന്റ് ഉപദേഷ്ടാവ് അദ്ദേഹത്തിന്റെ പ്രസ്താവന ഉണ്ടാകുന്നു. ഒപ്പം ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ പ്രസ്താവന ഉണ്ടാകുന്നത് എന്ന് വെച്ചാൽ ഇറാൻ പൂർണ്ണമായും യുറേനിയം നിർത്തിവെക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നതേയില്ല. ആ അടിസ്ഥാനത്തിലുള്ള ചർച്ചകളൊക്കെ പരാജയമായിരിക്കുമെന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ഷിയുടെ പ്രസ്താവന ഉണ്ടായിരിക്കുന്നു. അപ്പോൾ സ്റ്റീവ് വിക്കോഫും അബ്ബാസ് അറാക്ഷിയുടെയൊക്കെ പ്രസ്താവനകൾ വായിക്കുമ്പോൾ സമാധാന കരാറിനുള്ള സാധ്യത വിദൂരമാണ് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. കാരണം ഇറാൻ അവരുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് ഏറ്റവും അവസാനം പുറത്തുവരുന്ന ഇറാന്റെ ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖംനയുടെ പ്രസ്താവനയിൽ നിന്നും പുറത്തുവരുന്ന സത്യം. ഇറാൻ ആരുടെയും ഔദാര്യത്തിന് കാത്തു നിൽക്കുന്നില്ല, എന്തെങ്കിലും ഉണ്ടാക്കുന്നതിന് വേണ്ടി എന്ന് അദ്ദേഹം അടിവരയിട്ട് തന്നെ പറയുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. മറ്റൊന്ന്, ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ ഭീഷണിയും തുടരുന്നുണ്ട്. ഇറാൻ നടപടികൾ വേഗത്തിലാകണം, അല്ലെങ്കിൽ അരുതാത്തതെന്തൊക്കെയോ സംഭവിക്കും എന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി. എന്തായാലും കരാറുമായി ബന്ധപ്പെട്ട് ഇറാനും അമേരിക്കയും വീണ്ടും വാഗ്വാദങ്ങൾ ഏർപ്പെടുന്നു. ഇറാന്റെ ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖംനയി അദ്ദേഹം പ്രസ്താവനയിൽ പറയുന്നു, ഇറാനിൽ ആരും ആരുടെയും അനുവാദത്തിനു വേണ്ടി കാത്തു നിൽക്കുന്നില്ല എന്ന് അദ്ദേഹം അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. അതായത് ഇറാൻ അമേരിക്കയുടെ ഔദാര്യത്തിനു വേണ്ടി കാത്തു നിൽക്കുന്നില്ല എന്ന് അടിവരയിട്ട് ആയത്തുള്ള അലി ഖംനയി പ്രസ്താവിക്കുന്ന നിമിഷം കൂടിയാണിത്. മറ്റൊന്ന്, ഇസ്രായേലും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകുന്നു എന്ന വാർത്തകൾ പുറത്തു വരികയാണ്. 22 രാജ്യങ്ങൾ സംയുക്തമായി ഇസ്രായേലിനെതിരെ പ്രസ്താവന പുറപ്പെടുവിക്കുന്നു. ഉപരോധം പോലുള്ള നടപടികളിലേക്ക് പോകുമെന്ന് അവരുടെ സംയുക്ത പ്രസ്താവന സൂചിപ്പിക്കുന്നു എന്ന വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. യൂറോപ്യൻ യൂണിയൻ ഇസ്രായേലുമായിട്ടുള്ള വ്യാപാര കരാർ റദ്ദാക്കുന്നതായുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. അമേരിക്കയിൽ തന്നെ നയതന്ത്ര പ്രമുഖരിൽ പലരും ഇപ്പോൾ ഇസ്രായേലിനെതിരെ തിരിഞ്ഞിട്ടുണ്ട് എന്ന വാർത്ത ഇസ്രായേൽ ടൈംസ് പോലുള്ള പത്രങ്ങൾ തന്നെ പ്രസിദ്ധീകരിക്കുകയാണ്. അതായത് അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേൽ കൂടുതൽ ഒറ്റപ്പെടുന്നു. പ്രത്യേകിച്ചും അവർക്കൊപ്പമുണ്ടായിരുന്ന യൂറോപ്യൻ യൂണിയനും അമേരിക്കയും ഒക്കെ തന്നെ ഇസ്രായേലിനെതിരെ ശക്തമായ നടപടികളുമായിട്ട് മുന്നോട്ട് വരുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. പ്രത്യേകിച്ചും ഇസ്രായേലിൽ ഗസയിലും വെസ്റ്റ് ബാങ്കിലും ഒക്കെ കടന്നു കയറുമ്പോൾ അവർക്ക് പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞ് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തിരുന്ന ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ ഇപ്പോൾ വളരെ ശക്തമായ നിലപാടുകൾ ഇസ്രായേലിനെതിരെ സ്വീകരിക്കുന്നു എന്ന വാർത്ത തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ പുറത്തു വരുന്നത്. പ്രത്യേകിച്ചും ഇസ്രായേലുമായി വ്യാപാര കരാർ റദ്ദാക്കുന്നതിനെ പറ്റി യൂറോപ്യൻ യൂണിയൻ അവർ സംയുക്തമായി തന്നെ തീരുമാനിക്കുന്നു, എല്ലാ രാജ്യങ്ങളും തീരുമാനിക്കുന്നു എന്ന വാർത്ത പുറത്തു വരികയാണ്. ഇത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. കാരണം ഇസ്രായേലിൽ നിന്ന് 30% സാധനങ്ങൾ കയറ്റുമതി ചെയ്യുന്നത് യൂറോപ്പിലോട്ടാണ്. ഇസ്രായേൽ ഇറക്കുമതി ചെയ്യുന്ന 34% സാധനങ്ങളും യൂറോപ്പിൽ നിന്നാണ്. അപ്പോൾ കയറ്റുമതിയും ഇറക്കുമതിയും ഇസ്രായേലിനെ വളരെ ബാധിക്കും. ഇസ്രായേലിൻ്റെ കയറ്റുമതിയും ഇറക്കുമതിയും 30% സാധനങ്ങളാണ് യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ഇസ്രായേൽ ഇറക്കുന്നത്. 34% സാധനങ്ങൾ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ഇസ്രായേലിലോട്ട് വരുന്നുണ്ട്. ഇത് രണ്ടും നിന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് സാധനങ്ങളുടെ വില കുത്തനെ ഉയരും. വലിയ ജനകീയ പ്രക്ഷോഭത്തെ ഇസ്രായേൽ നേരിടേണ്ടി വരും എന്നത് വലിയ യാഥാർത്ഥ്യമാണ്. ചരിത്രത്തിൽ ഏറ്റവും വലിയ ഒറ്റപ്പെടലാണ് ഇസ്രായേൽ നേരിടേണ്ടി വരുന്നത് എന്നാണ് മാധ്യമങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത്. 1948 ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യമുണ്ടായതിനു ശേഷം ചരിത്രത്തിൽ ഏറ്റവും വലിയ ഒറ്റപ്പെടൽ ഇസ്രായേൽ നേരിടേണ്ടി വരുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയായി മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റൊന്ന്, ഇസ്രായേലിനകത്തു നിന്ന് തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇസ്രായേലിൻ്റെ ഇത്തരം നടപടികൾക്കെതിരെ. യഹൂദ് എൽമോട്ട്, ഇസ്രായേലിൻ്റെ മുൻ പ്രധാനമന്ത്രി, അദ്ദേഹം പറയുന്നത് ഇത് ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന സയനിസ്റ്റ് ഭരണാധികാരിക്ക് തൻ്റെ അധികാരം കാക്കുവാൻ വേണ്ടി നടത്തുന്ന യുദ്ധമാണ്, അതിനു വേണ്ടിയുള്ള തന്ത്രങ്ങളാണ് ഗസയിലോട്ടുള്ള കടന്നുകയറ്റങ്ങളെന്നൊക്കെ യഹൂദ് എൽമറ്റ് എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ മുൻ പ്രധാനമന്ത്രി തന്നെ ആരോപണം ഉന്നയിക്കുന്ന ഒരു നിമിഷം കൂടിയാണ് ഇത് എന്ന വാർത്തയും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ ചർച്ച ചെയ്യപ്പെടുകയാണ്. മറ്റൊന്ന്, ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന ഉപരോധമാണ്. മിക്കപ്പോഴും
നൂറുകണക്കിന് ട്രക്കുകൾ ഗസയിൽ എത്തിയാൽ മാത്രമേ ഗസയിലെ ആളുകളുടെ പട്ടിണി മാറൂ. അത്രത്തോളം കൊടിയ ദുരിതത്തിലൂടെയാണ് ഗസ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇസ്രായേൽ അത് അനുവദിക്കുന്നില്ല എന്നത് വലിയ യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് ഈ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യം ഇസ്രായേലിന് കൊടുക്കുന്ന നികുതിയുണ്ട്. കാരണം ഫലസ്തീൻ ഗസ പൂർണ്ണമായും ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലാണ്. അപ്പോൾ ഇസ്രായേൽ ഗസയിൽ നിന്ന് നികുതി പിരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ യൂട്യൂബർമാരൊക്കെ പറയുന്നത് ഇസ്രായേലാണ് ഗസയ്ക്ക് ഫുഡ് കൊടുക്കുന്നത്, അതിന് നന്ദി കാണിക്കണമെന്നൊക്കെയാണ് പറയുന്നത് ചില സംഘപരിവാര അനുകൂല യൂട്യൂബർമാർക്ക്. പക്ഷേ ഗസയിൽ നിന്ന് ഇസ്രായേൽ നികുതി കൊടുക്കുന്നുണ്ട്, നികുതി വാങ്ങിക്കുന്നുണ്ട്. ആ നികുതി ഗസയ്ക്ക് തിരികെ കൊടുത്താൽ തന്നെ അവർക്ക് ആവശ്യമായ ആഹാരം വാങ്ങുവാനുള്ള പൈസ ഉണ്ട് എന്ന രീതിയിലൊക്കെ മാധ്യമങ്ങളിൽ ലേഖനങ്ങളും അതുപോലുള്ള ചർച്ചകളുമൊക്കെ ഉണ്ടാകുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. മറ്റൊന്ന്, ബെൽജിയം, ഓസ്ട്രേലിയ മുതലായ രാജ്യങ്ങളിൽ വലിയ ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ നടക്കുന്നതായി മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്. അതായത് പൊതുജനങ്ങൾ, പാശ്ചാത്യ രാജ്യങ്ങളിലെ, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലൊക്കെ പൊതുജനങ്ങൾ ഇസ്രായേലിനെതിരെ വലിയ പ്രക്ഷോഭം ഉണ്ടാകുന്നു. ഇസ്രായേലിൻ്റെ യുദ്ധക്കൊതിക്കെതിരെ, ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ കടന്നുകയറ്റങ്ങൾക്കെതിരെ വലിയ പ്രതിഷേധങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉണ്ടാകുന്നു. ജനങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളിലെ സർക്കാരുകളെ കൊണ്ട് ഇസ്രായേലിനെതിരെ നടപടിയെടുപ്പിക്കുവാൻ നിർബന്ധിതരാക്കുന്നു. ജനങ്ങളുടെ പ്രക്ഷോഭം കൊണ്ട് യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങൾക്ക് ഇസ്രായേലിനെതിരെ നടപടി സ്വീകരിക്കേണ്ടി വരുന്നു, ഉപരോധം സ്വീകരിക്കേണ്ടി വരുന്നു എന്ന നടപടികൾ വലിയ രീതിയിൽ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന നിമിഷമാണ്. മറ്റൊന്ന്, UN-ന്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ തലവൻ, അദ്ദേഹത്തിൻ്റെ പ്രസ്താവന നേരത്തെയും മാധ്യമങ്ങൾ ചർച്ച ചെയ്തിരുന്നതാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ഗസയിൽ 14,000-ഓളം കുട്ടികൾ കടുത്ത പട്ടിണി കൊണ്ട് മരിച്ചു വീഴും എന്ന ഒരു ദുഃഖകരമായ വാർത്തയാണ് അദ്ദേഹം പുറത്തുവിടുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര സംഘടനകളുടെയും യൂറോപ്യൻ യൂണിയൻ്റെയും ഒക്കെ സംയുക്തമായ ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അടുത്ത 48 മണിക്കൂറുകളിൽ ആഹാരം എത്തിയില്ലെങ്കിൽ 14,000-ലധികം പിഞ്ചുകുട്ടികൾ അവിടെ കടുത്ത പട്ടിണി കൊണ്ട് മരിച്ചു വീഴും എന്ന വളരെ ദുഃഖകരമായ ഒരു വാർത്തയും അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ഇസ്രായേൽ, നമുക്കറിയാവുന്നതുപോലെ ഗസയിലും വെസ്റ്റ് ബാങ്കിൽ ഇപ്പോൾ നടത്തുന്നതൊക്കെ കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളാണ്. മാത്രമല്ല പട്ടിണി യുദ്ധമാണ്. കടുത്ത പട്ടിണിയിലാണ് ഗസയിലെ ഓരോ കുട്ടികളും പിറന്നു വീഴുന്നത് തന്നെ. പ്രത്യേകിച്ചും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്, ഗസയിലെ അവശേഷിച്ച ഹോസ്പിറ്റലുകൾ വരെ ഇസ്രായേൽ ബോംബിട്ട് തകർത്ത് കളഞ്ഞു. ഗസയിലുണ്ടായിരുന്ന ഏക IVF ഹോസ്പിറ്റലും ഇസ്രായേൽ ബോംബിട്ട് തകർത്തു. അതിനുശേഷം അവിടെ കടന്നു കയറിയ ഇസ്രായേലി പട്ടാളക്കാർ അവിടെ ഉണ്ടായിരുന്ന നൂറുകണക്കിന് ഭ്രൂണങ്ങളെ നശിപ്പിച്ചു. എന്ന് വെച്ചാൽ ആ ഭ്രൂണങ്ങൾ വളർന്ന് കുട്ടികളായി ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യരുത്, ഫലസ്തീൻ കുട്ടികളായി ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യരുത് എന്ന് ഇസ്രായേൽ നിർബന്ധമുണ്ട്. അതുകൊണ്ട് ഭ്രൂണങ്ങളെ വരെ തിരഞ്ഞു പിടിച്ച് നശിപ്പിച്ച് കളയുന്ന ഒരു ക്രൂരത നിറഞ്ഞ യുദ്ധമാണ് ഇസ്രായേൽ ഫലസ്തീനിൽ അനുവർത്തിക്കുന്നത് എന്നത് വലിയ യാഥാർത്ഥ്യമാണ്. അതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളും മാധ്യമ റിപ്പോർട്ടുകളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. തൽക്കാലം ഈ വീഡിയോയുമായി ഇവിടെ വാങ്ങുകയാണ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. ജയ് ഹിന്ദ്.